ഇത് ഇത്രയും പറയാമെങ്കിൽ പിന്നെ ആളെ പറഞ്ഞൂടെ എന്നുള്ളതാണ് ആളുകൾ ഇതാണ് ആള്. ഞാൻ ആന്റണി ചേട്ടനെയാണ് പറഞ്ഞത്. ഞാനത് ആലോചിച്ചിട്ട് പോലുമില്ല. ഞാൻ പ്രതികരിക്കുന്നത് കാണുമ്പോൾ ഒരു സന്തോഷത്തോടെ എന്റെ കൂടെ നിൽക്കുന്നുണ്ട്. എനിക്ക് ശ്വാസം കിട്ടാതെ വരുന്നു, പാനിക് അറ്റാക്ക് വരുന്നു, ഇതൊക്കെ കാണുമ്പോൾ പുള്ളി എന്നെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന കൂടി ചേച്ചി നടത്തിയിരുന്നു. അതായത് പ്രൊഡക്ഷൻ കൺട്രോളർമാരായിട്ട് വന്നവരും അതുപോലെ ഡ്രൈവറായിട്ട് എത്തിയവരും ഒക്കെയാണ് ഇപ്പോൾ സിനിമയിലെ പ്രമുഖ നിർമ്മാതാക്കളായിട്ടുള്ളത്. അവരുടെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനെ രണ്ട് രീതിയിൽ റീഡ് ചെയ്യുന്ന ആളുകളും ഉണ്ട്. അതിലൊരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഉണ്ട് എന്ന് പറയുന്ന ആളുകളുടെ കമന്റുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ട്. ചേച്ചി ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അതായത് ഇപ്പൊ ഡ്രൈവറായിട്ട് വരുന്നവർക്ക് എന്തുകൊണ്ട് നിർമ്മാതാവായി മാറിക്കൂടെ എന്ന് ചോദിക്കുന്നു. കുഴപ്പമില്ല. ഞാൻ എല്ലാവരും ഇപ്പൊ എൻ്റെ വീഡിയോസും എന്നെ അറിയാവുന്നവരുമായിട്ടുള്ള ഒരുപാട് ആളുകൾ, ആക്ച്വലി പറഞ്ഞ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. മനസ്സിലായോ? കാര്യം എൻ്റെ വീഡിയോസ് സ്ഥിരം കാണുന്ന, എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് എന്നെ അറിയാം. ഞാൻ ആരോടും ഒരു തിരിച്ചു വ്യത്യാസവും ഇല്ലാതെ പെരുമാറുന്ന ഒരാളാണ്. ഞാൻ ഓരോരുത്തരെയും ഓരോ വ്യക്തികളായിട്ടാണ് കാണാറ്. അല്ലാതെ അവരുടെ ജോലി അനുസരിച്ചോ അവർ ചെയ്യുന്ന ഇതനുസരിച്ചോ ഒന്നുമല്ല ഞാൻ അവരെ കാണുന്നത്. ഞാനിപ്പോൾ ഏറ്റവും ഇപ്പം ലാലേട്ടനെ കാണുന്ന അതേ രീതിയിൽ തന്നെ ആയിരിക്കാം ഞാൻ വേറൊരു ഇപ്പം നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യുന്നൊരു ഞാൻ എല്ലാവർക്കും കൊടുക്കുന്ന റെസ്പെക്റ്റ് ഒന്നാണ്. അവർ ചെയ്യുന്ന ജോലികൾ വ്യത്യാസം ഉണ്ടായിരിക്കാം, പക്ഷെ ഞാൻ എല്ലാവരും ഒരുപോലെ കാണുന്ന ഒരാളാണ്. പക്ഷെ ഇത് ഞാൻ സ്പെസിഫിക് ആയിട്ട് പറയാനായിട്ട് കാരണമുണ്ട്. എൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ശ്രീ ആൻഡോ ജോസഫിനെ തന്നെയാണ് ഞാനത് പറഞ്ഞത്. ഞാൻ വേറെ ഒരാളെ അല്ല. ഇപ്പൊ പലരും ഞാൻ ആന്റണി ചേട്ടനെയാണ് പറഞ്ഞത്. ഞാനത് ആലോചിച്ചിട്ട് പോലുമില്ല. മനസ്സിലായി? ഞാനത് ആലോചിച്ചിട്ട് പോലുമില്ല. ഇത് പല ഗ്രൂപ്പുകളിലും അത്തരം ചർച്ചകൾ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത്, അയ്യോ ഇങ്ങനൊരു പോസിബിലിറ്റി ഉണ്ടല്ലോ. കാര്യം അതാണല്ലോ മലയാളികൾക്ക് അറിയാവുന്ന ഒരു കാര്യം. പക്ഷെ ഞാൻ പറഞ്ഞത് ആൻഡോ ചേട്ടനെയാണ്. കാര്യം ഞാനത് പിന്നെ വ്യക്തമായിട്ട് പറയല്ല. ആൻഡോ ചേട്ടൻ ഒരു നടൻ്റെ ഡ്രൈവറായിട്ടാണ് ആദ്യം ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. അതിനുശേഷമാണ് പ്രൊഡക്ഷൻ കൺട്രോളർ ആവുന്നത്. ഞാൻ അദ്ദേഹത്തെ തന്നെയാണ് പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സ്രോതസ് ചെക്ക് ചെയ്യണം എന്ന് തന്നെയാണ് പറഞ്ഞത്. അദ്ദേഹം ഇപ്പോൾ ഇത്രയും രാഷ്ട്രീയപരമായിട്ടും ഒക്കെ ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരാളാണ്. എല്ലാത്തിലും ഇപ്പം ഇങ്ങനെയുള്ള ഒരാൾ ഈ ഒരു സമയത്ത് എന്തിന് റീലൊക്കേറ്റ് ചെയ്യണം? എന്തിന് പുള്ളി ഈ കേരളം വിട്ട് വേറൊരു റീലൊക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം? അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ കാര്യമാണ് സ്പെസിഫിക് ആണ്. ഞാൻ ശരിക്കും അത് ഞാൻ ചെയ്തൊരു മിസ്റ്റേക്ക് ആയിരിക്കാം ഞാൻ ആളെ പറയാതിരുന്നത്. എല്ലാ കാര്യങ്ങളിലും ആൾക്കാർക്ക് വേണ്ടത് ഇത് ഇത്രയും പറയാമെങ്കിൽ പിന്നെ ആളെ പറഞ്ഞൂടെ എന്നുള്ളതാണല്ലോ ആളുകളുടെ ചോദ്യം. ഇതാണ് ആള് ഞാൻ ഉദ്ദേശിച്ചത്, ഞാൻ ഒരു വ്യക്തിനെയാണ് ഉദ്ദേശിച്ചത്. അത് ഇന്ന വ്യക്തിനെയാണ് ഉദ്ദേശിച്ചത്. അല്ലാതെ ഞാൻ വേറെ ആരെയും പറഞ്ഞിട്ടില്ല. ഞാൻ ആരെയും ഇപ്പോൾ ഒരു ജോലിയും കുറച്ചിലല്ല. ഞാൻ എല്ലാ ജോലിയും ചെയ്തിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് ഒരു ജോലിയും കുറച്ചിലല്ല. അതുകൊണ്ട് എന്താ പറയുന്നത്, ഞാൻ പറയുന്ന അവർ എങ്ങനെയാണ് ഈ ഫണ്ട് വന്നത്, അതിൻ്റെ രീതി മനസ്സിലാക്കണം. അത് കേൾക്കേണ്ടവർക്ക് കേട്ടാൽ അത് മനസ്സിലാവും എന്താണെന്നുള്ളത്. അത് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അല്ലാതെ ഓരോ ജോലിയും ഇപ്പോൾ ഡ്രൈവറായിട്ടുള്ള ഒരാൾക്ക് സിനിമ ചെയ്യാൻ പാടില്ല എന്നല്ല. ഞാൻ എപ്പോഴും, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഞാൻ എപ്പോഴും ലിസ്റ്റിൻ സ്റ്റീഫനെ പൊക്കി പറയാറുണ്ട്. എനിക്ക് അദ്ദേഹത്തോട് റെസ്പെക്റ്റ് ഉണ്ടെന്ന് പറയാറുണ്ട്. ലിസ്റ്റിനും ഇതേപോലെ തന്നെ ഒരു ചെറിയ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരാളാണല്ലോ. അതാണ് ഞാൻ അയാളെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒന്നാമത്തെ കാരണം. അതാണ് ഞാനത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞേക്കുന്നതിൻ്റെ കാരണം എന്താണ്, അത് ഇത്രയും സ്ട്രഗിൾ ചെയ്ത് പല ജോലികൾ ചെയ്ത് പല ഇതിൽ വന്ന് ഇതെല്ലാം കഴിഞ്ഞ് സിനിമയിലെത്തി സ്വന്തമായി ഒരു മാർക്കുണ്ടാക്കിയ ഒരു വ്യക്തിയാണ് ലിസ്റ്റിൻ. അതുകൊണ്ടാണ് എനിക്ക് ലിസ്റ്റിനോട് റെസ്പെക്റ്റ് ഉള്ളത് എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ഇതേപോലെ തന്നെ ലിസ്റ്റിനെ പറഞ്ഞിട്ടില്ലേ. ഇത് ഞാൻ പറഞ്ഞത് ആൻഡോ ജോസഫിനെ. ഇപ്പം എന്തായാലും ഈ കേസും ഒക്കെ ആയിട്ട് ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. അതിന്റെ മറു സൈഡിൽ അടുത്ത സിനിമ ഓൺ ആയിട്ടുണ്ടോ? ഉണ്ട്. സിനിമ ഓൺ ആയിട്ടുണ്ട്. അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ ഈ അസോസിയേഷൻ അഗെയിൻസ്റ്റ് ഫൈറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അറിയാലോ, പല നടന്മാരും പേടിച്ച് പിന്മാറാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അവര് പേടിച്ച് മാറിയിട്ടില്ലെങ്കിൽ ആ പടം മുന്നോട്ട് പോവും, അല്ലെങ്കിൽ വേറെ സിനിമ ചെയ്യും. അത് തന്നെ. ഇപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഈ വുമൺ ഓറിയന്റഡ് ആയിട്ടുള്ള സിനിമകൾ ഇതുപോലെ ഒരു തുടക്കം കിട്ടാൻ അത്തരം സിനിമകൾ വരുമ്പോൾ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടാറുണ്ട്. ഇപ്പൊ ഉള്ളൊഴുക്ക് പോലെയുള്ള സിനിമകളൊക്കെ വലിയ രീതിയിൽ പ്രശംസ നേടുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു സിനിമ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം, അല്ലെങ്കിൽ അത്തരം സ്ക്രിപ്റ്റുമായിട്ട് ചെല്ലുന്ന സമയത്ത് അത് ആ ഒരു പ്രൊജക്ട് ഓണാക്കാനുള്ള ഒരു സാവകാശം കിട്ടാത്തൊരു സാഹചര്യമുണ്ട്. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ മാറാൻ സാധ്യതയുണ്ടോ? സാധ്യത വളരെ കുറവാണ്. കാര്യം അത് ജനങ്ങളുടെ ചിന്താഗതി തന്നെ മാറണം. സിനിമകൾ സ്ത്രീകളുടെ
സിനിമകളെന്ന് പറയുമ്പോൾ ആളുകൾക്ക് കാണാൻ താല്പര്യമില്ല. അതൊരു വാസ്തവമാണ്. പിന്നെ ഇപ്പോൾ ഈ ഭയങ്കര സെലിബ്രേറ്റഡ് ആയിട്ടൊക്കെ വരുന്ന സിനിമകൾ മാത്രം, ഇപ്പോൾ ഉള്ളൊഴുക്ക് പോലെ ഉർവശിയും പാർവതിയും മത്സരിച്ച് അഭിനയിക്കുന്നു. അത് ഉർവശി ചേച്ചി അങ്ങനെ അഭിനയിച്ചപ്പം പാർവതിക്ക് ഇങ്ങനെ ഫീലിംഗ് ഉണ്ടായി, അല്ല അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ പല രീതിയിൽ ഇവർ പ്രൊമോട്ട് ചെയ്യുമ്പോൾ എന്നാൽ പിന്നെ ഈ പടം ഒന്ന് കാണണമല്ലോ എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു സാധനം ഉണ്ടല്ലോ, അല്ലെ എന്തോ ഭീകരമായിട്ട് അതിനകത്തുണ്ട് എന്ന് തോന്നിക്കുന്ന അങ്ങനെ ഒരു സാധനം വന്നെങ്കിൽ മാത്രമേ കാണുള്ളൂ. അല്ലെങ്കിൽ എന്താ, ഈ നടിമാരുടെ അല്ലെങ്കിൽ നടന്മാരുടെ ഒരു കാശ് മാത്രമേ അവിടെ കുറയുന്നുള്ളൂ, ബാക്കി എക്സ്പെൻസുകൾ ഒന്നും കുറയുന്നില്ല. ഒരു സിനിമയുടെ അല്ലാതെ എല്ലാ കോസ്റ്റുകളും വരുന്നുണ്ട്, ഇതിനനുസരിച്ചുള്ളൊരു സെയിൽ നടക്കില്ല. ഇപ്പം സാറ്റലൈറ്റ് ആർക്കും വേണ്ട, ഡിജിറ്റലും ആർക്കും വേണ്ട, തിയേറ്ററിലും പൈസ കിട്ടിയില്ല, പിന്നെ എങ്ങനെ ഒരു നിർമ്മാതാവ് ഒരു സിനിമ ചെയ്യും? അപ്പം അതിന് നിർമ്മാതാവിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആളുകൾ ഇങ്ങനത്തെ സിനിമകൾ കണ്ടു തുടങ്ങണം. സ്ത്രീകളെ പലപ്പോഴും പല ആൾക്കാരും ഞാൻ പറയുന്നില്ല, പെണ്ണുങ്ങളുടെ പടമല്ലേ ഞങ്ങളില്ല എന്ന് പറയും എന്ന് പറഞ്ഞ് മാറുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള അതിനൊക്കെ ഒരു മാറ്റം വന്നെങ്കിൽ മാത്രമേ, അല്ല അതിന് നിർമ്മാതാക്കളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണോ ആളുകൾക്ക് വേണ്ടത്, എന്താണോ മാർക്കറ്റ്, എന്താണോ ബിസിനസ് നടക്കുന്നത്, അതായിരിക്കും എപ്പോഴും എല്ലാവരും കീറിപ്പിടിക്കുക. ഇപ്പോൾ ഈ ഒരു വധഭീഷണി ഇങ്ങനെയുള്ള കോളുകളൊക്കെ വരുന്ന സമയത്ത് വീട്ടിൽ നിന്ന് എന്താണ് റെസ്പോൺസ്? വീട്ടില് ശരിക്കും പറഞ്ഞാൽ അവര് നമുക്ക് ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ ഈ ഒരു ഇൻസിഡൻറ്റിൽ പല ഇതിൽ ബേസിക്കലി ഈ ഒരു ഇൻസിഡൻറ്റിൽ ഞാൻ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ ഒരു കാര്യം, നമ്മുടെ വീട്ടുകാരെ നമ്മുടെ വിഷമം കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. നമ്മുടെ ചിലപ്പോൾ കൂട്ടുകാരും നാട്ടുകാരും അങ്ങനെയുള്ളവർക്കൊക്കെ ചിലപ്പോൾ നമ്മുടെ വിഷമം കേൾക്കാനായിട്ട് അവർ ഇരുന്നെന്ന് വരുമായിരിക്കാം. പക്ഷെ നമ്മുടെ വീട്ടുകാർക്ക് നമ്മുടെ വിഷമങ്ങളല്ല, നമ്മുടെ സന്തോഷങ്ങൾ കേൾക്കാനാണ് ഇഷ്ടം, നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് കേൾക്കാനാണ് ഇഷ്ടം. അപ്പം ഞാൻ തകർന്നത് അവർ കണ്ടതാണ്. ഞാൻ തകർന്നു പോയി, ഞാൻ ഭയങ്കരമായി വിഷമിച്ചിരിക്കുന്നതും ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റാതിരിക്കുന്നതും ഒക്കെ അവർ കണ്ടതാണ്. ആ കണ്ടതുകൊണ്ട് തന്നെ അപ്പോഴൊക്കെ അവർ ഒരു നിസ്സംഗതരായിട്ട് നിന്ന ആളുകളാണ്. ഇപ്പോൾ ഞാൻ പ്രതികരിക്കുന്നത് കാണുമ്പോൾ അവർ സന്തോഷത്തോടെ എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. ഇങ്ങനെ തന്നെ വേണം. ഞാൻ ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ കരഞ്ഞത് കണ്ടിട്ട് എന്നെ വിളിച്ച് എൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട്, ഇപ്പം എൻ്റെ പപ്പയും അമ്മയൊന്നും ഇവിടെ ഇല്ല, അവർ അമേരിക്കയിലാണ്. അപ്പോൾ എൻ്റെ സിസ്റ്ററാണേലും എല്ലാവരും വിളിച്ചിട്ട്, നീ എന്തിനാണ് കരഞ്ഞത്, ഇനി നീ കരയണ്ട, നീ കരയേണ്ട ആവശ്യമില്ല, അവർ കരയട്ടെ, നീയല്ല കരയേണ്ടത് എന്ന് പറഞ്ഞിട്ട് എന്നെ വഴക്ക് പറഞ്ഞു. മനസ്സിലായി. അപ്പോൾ അത്രയും ഒരു സപ്പോർട്ടും മൊത്തം ഫാമിലി, ഇപ്പോൾ ഹസ്ബൻഡ് ആണെങ്കിലും അതെ. ഇപ്പം എന്നോട് പുള്ളി ഇതിനെല്ലാം വിറ്റ്നസ് ആയിരുന്നല്ലോ. അപ്പം ഏറ്റവും കൂടുതൽ എൻ്റെ സ്ട്രഗിൾ കണ്ടൊരു ആള് എന്ന് പറയുന്നത് ഹസ്ബൻഡാണ്. അപ്പം പുള്ളിക്ക് ആദ്യമൊന്നും എന്താണെന്ന് മനസ്സിലായില്ല. അതാണ്. അപ്പം ഞാൻ നിർത്താതെ കരയുന്നു, എനിക്ക് ശ്വാസം കിട്ടാതെ വരുന്നു, പാനിക് അറ്റാക്ക് വരുന്നു, ഇതൊക്കെ കാണുമ്പോൾ പുള്ളി എന്നെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പുള്ളിക്ക് ഇത് എന്താന്ന് സത്യത്തിൽ എങ്ങനെ ഇതിനെ പുള്ളി എന്നോട് പറയും, എടി ആണുങ്ങൾ അങ്ങനെയാണ്, നീ അത് വിട്ടുകളാ, നീ അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്.